അതെ, ചന്ദ്രേട്ടൻ കൊറേ കാലമായിട്ട് നല്ല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണം. അതിപ്പോ എന്ത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മേശപ്പുറത്ത് നിരത്തി വെച്ച ചന്ദ്രേട്ടന്റെ മനസ്സും വയറും നിറയണം. ചന്ദ്രശേഖരൻ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ, അവന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിനൊരു ബലം കിട്ടുന്നവരെ അവരവിടെ തന്നെ നിൽക്കട്ടെ. ശരിടാ, ഞാൻ പോവാം. അവരൊന്ന് വന്നോട്ടെ, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പോവാലോ. എന്നെക്കുറിച്ച് പേടിയുണ്ട് ഏട്ടന്. നിന്റെ കോൺഫിഡൻസിൽ എന്നും അത്ഭുതം തോന്നിയിട്ടുള്ള ആളാ ഞാൻ. പക്ഷെ ഇന്ന് നിന്റെ മുഖത്ത് നോക്കിയപ്പോ അത് കാണാനില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടൊരു ഭാവം, നിനക്കൊരിക്കലും ചേരാത്തൊന്ന്. സാരമില്ല ഏട്ടാ, എല്ലാം ശരിയാവും. നമുക്ക് നോക്കാന്നേ. വരുൺ, അളിയാ, ഏട്ടനെ അറിയില്ലേ? പിന്നെ ഇത് നീ കണ്ടിട്ടില്ലാത്ത ഒരാളാ, എന്റെ വൈഫ് രാധിക. കല്യാണത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ എന്നോട് പറഞ്ഞിരുന്നു, കാണാൻ പറ്റിയില്ല. ഇത് വന്ദന, കല്യാണത്തിന് വന്നില്ലേ? ഓ അറിയാം. സുഖാണോ? ഓ, നന്നായിട്ട് പോകുന്നു. ഞങ്ങളൊരു 3 ദിവസം മുമ്പ് ദുബായിൽ നിന്ന് വന്നതാ. സത്യത്തിൽ നീ വിളിച്ചപ്പോ എനിക്കിവിടെ ഉണ്ടാകാൻ പറ്റിയതിൽ എന്ത് സന്തോഷമാണെന്നറിയോ? നമുക്കൊരു കാര്യം ചെയ്യും, ആദ്യം എവിടെങ്കിലും പോയിരുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം ബാക്കിയൊക്കെ. വരുൺ, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെടാ. സൂക്ഷിക്കണം നീ. ഏട്ടൻ ധൈര്യമായിട്ട് വെക്കോ. ഇവൻ എനിക്കൊരു വെറും ഫ്രണ്ടല്ല, എന്നെ പല ഘട്ടങ്ങളിൽ നിന്നും എന്നെ നിലനിർത്തിയ ആളാ. ഇവന്റെ കാര്യോർത്ത് ഏട്ടൻ വിഷമിക്കേ വേണ്ട. ഇവന്റെ കാര്യത്തെക്കുറിച്ച് ഏട്ടൻ വിഷമിക്കുകയും വേണ്ട. ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നാ പിന്നെ നിങ്ങൾ കയറ്. വരൂ. ഓക്കെടാ, ശരി. പോട്ടെ. ഇതെന്താലോചിച്ച് നിൽക്കുക ഏട്ടത്തി? ആ അടുപ്പത്തിരിക്കുന്ന കരിയുമല്ലോ. അതെ, ചന്ദ്രേട്ടൻ കൊറേ കാലമായിട്ട് നല്ല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണം. അതിപ്പോ എന്ത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മേശപ്പുറത്ത് നിരത്തി വെച്ച ചന്ദ്രേട്ടന്റെ മനസ്സും വയറും നിറയണം. ചന്ദ്രശേഖരൻ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ, അവന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പണ്ട് പിന്നെ എല്ലാ അധികാരവും ഏട്ടത്തിയുടെ കയ്യിലായതുകൊണ്ട് ഇതേ ചെയ്യുന്നൊരു വാശിയുണ്ടായിരുന്നല്ലോ. അതെനി പറ്റില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ ചെറിയമ്മേ, അമ്മ നമ്മളോട് ചെയ്ത കാര്യങ്ങൾക്കൊന്നും പ്രതികാരം ചെയ്യാൻ നിക്കല്ലേ. അത് അമ്മയെ കൊണ്ട് താങ്ങാനാവില്ല. അല്ലമ്മേ, നമ്മള് ചിലയിടത്ത് കണ്ടിട്ടുണ്ടല്ലോ, ചിലര് അധികാരത്തിലെത്തുമ്പോ അതുവരെ ഉണ്ടായിരുന്ന ആളുകളോട് പകരം വീട്ടുന്നത്. ചെറിയമ്മ അങ്ങനെ ചെയ്യില്ല. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതല്ലേ? അല്ല, ഇതെന്താ ഈ അടുപ്പത്തിരിക്കുന്നത്? ഇത് സാമ്പാറാ. ഓ, അപ്പൊ പിന്നെ എല്ലാം തികഞ്ഞല്ലോ.
പാത്രത്തിലെടുത്തങ്ങ് മേശപ്പുറത്ത് വെച്ചാ മതി. എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഉടൻ എടുത്തോണ്ട് വരും ഒരു സാമ്പാർ. നിങ്ങൾക്കൊന്നും ഇത് കഴിച്ചിട്ട് മതിയായില്ലേ? ശീലിച്ചു പോയതല്ലേ. ആ, ശീലിച്ചു പോയെങ്കിലേ അതുണ്ടാക്കിക്കോ. പക്ഷേ അതിന്റെ കൂടെ വേറെന്തെങ്കിലും കൂടെ ഉണ്ടാക്കണം. ഓ കൽപ്പനെ, നമുക്കിന്നൊന്ന് പുറത്തു പോണം. ആ അല്ല, എന്തിനാ ചെറിയമ്മേ? അത് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് ചന്ദ്രേട്ടൻ ചോദിക്കുക, ഇവിടെ നിനക്ക് മര്യാദയ്ക്ക് ഉടുക്കാനൊന്നുമില്ലേന്ന്. ഓ ശോ. അല്ല, ചോദിക്കുന്ന ചന്ദ്രേട്ടനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. ചന്ദ്രേട്ടന്റെ സ്റ്റാൻഡേർഡിന് ചേരുന്ന എന്ത് ഡ്രസ്സാ എനിക്കുള്ളത്? ശരിയാ. ഇവിടെ എല്ലാം റേഷനായിരുന്നല്ലോ. ഏട്ടത്തേക്ക് തോന്നിയ ഏട്ടനോട് പറയും, ഏട്ടന് തോന്നിയ ഏട്ടൻ വാങ്ങിക്കും. ഹോ, ഇനിയെങ്കിലും കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങിക്കണം. നീ എടുത്തു, നിന്റെ ഡ്രസ്സൊക്കെ പഴയതായിട്ടുണ്ട്. താങ്ക്സ് ചെറിയമ്മേ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ ഭരിക്കാൻ വേറൊരാളില്ലെന്ന അവസ്ഥ വരുന്നത് എന്തൊരു സന്തോഷമുള്ള കാര്യമെന്നറിയോ? മുമ്പ് കണിമംഗലത്തെ അവസ്ഥ എന്തായിരുന്നു? ഒരു വശത്തെ ഏട്ടത്തെ ശാസിക്കുന്നു, വേറൊരു ഭാഗത്തെ ഏട്ടൻ കണ്ണുരുട്ടുന്നു. ഇതൊക്കെ പോരാഞ്ഞ് അമ്മയുടെ ഉപദേശവും. മുത്തശ്ശിയുടെ വക ഉപദേശം മാത്രമല്ലല്ലോ, ദ്രോഹിക്കാവുന്നതിന്റെ അത്രയും ദ്രോഹിച്ചില്ലേ? ഓ അയ്യോ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ ചിലപ്പോ വല്ലതൊക്കെ ചെയ്തു പോവും. ഏട്ടത്തി എന്തിനാ നോക്കി നിൽക്കുന്നേ? ഞങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണ്ട. ഞാൻ നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചില്ലല്ലോ ഉർവശി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഓർത്തു നിന്നതാ. ഓ പിന്നെ, വലിയ ശാസ്ത്ര പരീക്ഷണല്ലേ അടുക്കളയിൽ നടക്കുന്നത്. ആ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അടുക്കള പണി ചെയ്യുന്ന ഒരുത്തിയെ ഐശ്വര്യലക്ഷ്മിയായിട്ടല്ലേ കൊണ്ടു നടന്നത്. ആ, അപ്പ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കൂടിയാൽ ഒരു 1/2 മണിക്കൂർ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. എല്ലാം റെഡി ആയിരിക്കണം ഏട്ടത്തി. കൽപ്പനെ വന്നേ, എനിക്ക് കുറച്ചേ മേക്കപ്പ് സാധനങ്ങളുടെ ലിസ്റ്റ് വേണം. ഇന്ന് പോകുമ്പോ വാങ്ങാനാ. ഇനി മുതല് ചന്ദ്രന്റെ കൂടെ നടക്കുമ്പോ ഇവിടുത്തെ കരിമഷിയും പുരട്ടി നടക്കാൻ പറ്റില്ലല്ലോ. വാ. US പോകാനുള്ള തീരുമാനം നല്ലതാ. നിനക്കവിടെ അത്യാവശ്യം കളക്ഷൻ ഉള്ളതല്ലേ. ജോലിയോ ബിസിനസ്സോ ഈസി ആയിട്ട് സാധിക്കുന്ന കാര്യമേ അവിടെ ഉള്ളൂ. അവിടെ നല്ലൊരു സൗഹൃദമുണ്ട്. അവരൊക്കെ നിന്നെപ്പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ കാര്യങ്ങൾ ഈസി ആയിരിക്കും. നിന്റെ കാര്യത്തിൽ ഒരാൾ മാറി നിൽക്കില്ലടാ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പൊതുവെ പറയുന്ന ഒരു കഥയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഒരു പിടി അവലുമായി യവന്റെ മുമ്പിൽ ചെന്നാൽ മതി, യവൻ പ്രസാദിക്കും. തേജസ്, ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ വരുൺ മൊത്തത്തിലൊന്ന് കൈവിട്ട അവസ്ഥ ഉണ്ടായിരുന്നു. തേജസിന്റെ വരവോടെയാ വരുണിന്റെ ആത്മവിശ്വാസം ഒന്ന് വർദ്ധിച്ച്. രാധിക, ഞാൻ ഒരാളല്ല, ഇതേപോലെ 100 ആളുകളെ കണ്ടുമുട്ടും.